വാർത്തയിലേക്ക്. കാഫിർ സ്ക്രീൻഷോട്ട് പ്രചാരണത്തിന് കാരണക്കാരായ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് DGP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കാത്ത DGPയുടെ സ്ഥാനത്ത് മെഴുകു പ്രതിമ സ്ഥാപിച്ചാൽ ഉപകാരപ്പെടുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു. DGPക്ക് പകരം ഒരു മെഴുകു പ്രതിമയാണ് നമ്മൾ DGP ഓഫീസിൽ സ്ഥാപിക്കുന്നതെങ്കിൽ മ്യൂസിയത്തിന്റെ പാസ് എന്ന നിലയ്ക്കെങ്കിലും ഈ നാട്ടിലെ പൊതുഖജനാവിനും നാട്ടിലെ സാധാരണ മനുഷ്യന്മാർക്കും ആ സ്ഥാനത്തെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകും. എന്നാൽ ഇത്രയും കാര്യ പ്രസക്തിയില്ലാത്ത, ഇത്രയും ജോലി ചെയ്യുവാൻ താല്പര്യമില്ലാത്ത ഒരു ഓഫീസ് കേരളത്തിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കും. വടകരയിലെ CPMന്റെ സ്ഥാനാർത്ഥിയും ചില ഇടതുപക്ഷ PR പ്രവർത്തകരും ചേർന്നുകൊണ്ട് കാഫിർ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. പേരുള്ള DYFIയുടെയും CPMന്റെയും നേതാക്കന്മാരാണ് ഇതിന് പിന്നിലെന്ന് ബോധ്യമായിട്ടും ശ്രീ പിണറായി വിജയനെയും ശ്രീമതി KK ശൈലജ അടക്കമുള്ള CPMന്റെ നേതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇസ്ലാമോഫോബിയ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നാളിതുവരെ നടത്തിയ നിയമ പോരാട്ടങ്ങൾ, സമര പോരാട്ടങ്ങളിലൂടെ ഈ കാഫിർ പരാമർശമുള്ള പ്രചരണത്തിന് ഉത്തരവാദികൾ CPMന്റെ അംഗീകൃതമായ മുഖങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നിരന്തരമായ നിയമ പോരാട്ടത്തിലൂടെ ഇതിന്റെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ ഞങ്ങൾ പോകും. സംസ്ഥാനത്ത് വീണ്ടും പകർച്ചവ്യാധി ആശങ്ക. എലിപ്പനിയും ഡെങ്കിപ്പനിയും ബാധിക്കുന്നവരുടെ എണ്ണം ഉയരുന്നു. ഒരു മാസത്തിനിടെ 20 പേരാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്.